ഇപ്പോൾ ഈ സമൂഹം മൊത്തം വ്യാപരിക്കുകയാണ്. അതീവ ശക്തമായിട്ട് ആ തണുപ്പിലേക്ക് നീങ്ങുകയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. നമ്മുടെ മനസ്സിന്റെ അസ്വസ്ഥതകളാണ് നമുക്ക് തന്നെ ചൂട് സഹിക്കാൻ പറ്റാതെ വരുന്നത്. എത്രമാത്രം മനസ്സിൽ ആകുലത, ഉത്കണ്ഠ, വേദന, അസ്വസ്ഥതയുണ്ടോ അത്രമാത്രം നമുക്ക് സംഭ്രമമാണ് അനുഭവപ്പെടുന്നത്. എന്നാൽ മനസ്സിൽ സ്വസ്ഥതയുണ്ടെങ്കിൽ, സമാധാനം ഉണ്ടെങ്കിൽ ഏത് ചൂടിലും സമാധാനം മാത്രമായിരിക്കും. അതുകൊണ്ടാണ് തീച്ചൂളയിൽ വലിച്ചെറിയപ്പെട്ട ആ യുവാക്കന്മാര് തീയിൽ കിടന്ന് സ്തുതിച്ചപ്പോൾ ആ തീയിൽ തന്നെ വളരെ സമാധാനം, ശാന്തത അനുഭവപ്പെട്ടു. തീ അവരെ വിഴുങ്ങിയില്ല, അവരെ കത്തിയില്ല തീ. അപ്പോൾ ഹൃദയത്തിൽ സമാധാനം ഉണ്ടെങ്കിൽ വളരെയധികം സമാധാനത്തിൽ നമുക്ക് പോകേണ്ട പറ്റും. ചൂട് ഇത്രയും അനുഭവപ്പെടുന്ന നമ്മുടെ ഹൃദയങ്ങളിലുള്ള അസമാധാനമാണ്. ആകുല, ഉത്കണ്ഠയും വേദനയും എല്ലാമായിട്ട് നമ്മൾ വന്ന് ഒന്നിച്ചു കൂടിയിരിക്കുമ്പോൾ എല്ലാ ഹൃദയങ്ങളിൽ നിന്നും ചൂട് മാത്രമാണ് പുറത്തേക്ക് വരുന്നതെങ്കിൽ അസഹനീയമായ ചൂടായിട്ടാണത് മാറുന്നത്. എന്നാൽ ആ ഹൃദയങ്ങളിലേക്ക് പരിപൂർണ തണുപ്പായിരിക്കുന്ന കർത്താവ്, സമാധാനപൂർണനായിരിക്കുന്നവൻ ഇറങ്ങി വരുമ്പോൾ അതിശക്തമായ തണുപ്പിലേക്കാണ് നമ്മൾ ഇറങ്ങി വരിക. വലിയ തണുത്ത അന്തരീക്ഷമാണ് ഇതിനുണ്ടാകുക. കർത്താവിന് ഇടം കൊടുത്താൽ മാത്രം മതി നമ്മുടെ ഹൃദയത്തിൽ. ഇവിടെ ആകുന്നില്ല. പൂർണ്ണമായിട്ട് കഴിഞ്ഞാൽ ദൈവം നയിക്കുന്നില്ല. ജീവൻ ക്രിസ്തുവും മരണം നേട്ടമത്രേ. 2:16 നമ്മളോട് പറയുന്ന ജീവന്റെ വചനത്തെ നീ മുറുകെ പിടിക്കുക. ആത്മാവും ജീവനുമായിരിക്കുന്ന ദൈവവചനം ആര് ഹൃദയം അവിടെ വളരെ സമാധാനം. എണ്ണം വന്നാലും കുലുങ്ങ് ധരിക്കില്ല. തകർച്ചകളെ കുറിച്ച് ആവലാതിപ്പെടാൻ തുടങ്ങിയ നിന്നെ പിശാച് പീഡിപ്പിക്കും. പിശാചാണ് നിന്നെ പീഡിപ്പിക്കുന്നത്. വരുന്ന തകർച്ചകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങിയാൽ വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആയിക്കൊള്ളട്ടെ. അവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥിച്ചിട്ട് ഈ അന്തരീക്ഷത്തില് വളരെ ശാന്തത, തണുപ്പ് അനുഭവപ്പെടാനായിട്ട് തുടങ്ങി. പരിശുദ്ധാത്മാവ് നിറയാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായി പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്നു, ഞങ്ങളെ സ്തുതിക്കുന്നു, ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി.
എത്രമാത്രം ശക്തമായിട്ട് നമ്മൾ സ്തുതിക്കുവാനായിട്ട് തയ്യാറാകുന്നുണ്ടോ അവിടെ വളരെ സമാധാനം കൊണ്ട് നിറയുന്നതായിട്ട് കാണാൻ സാധിക്കും. രോഗപീഡനങ്ങൾ വിട്ടുപോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഏത് മാരകമായ രോഗമായിരുന്നാലും ഏത് തകർച്ചയായിരുന്നാലും തുതിപ്പുകൾ ഉണ്ടാകുന്നിടത്ത് പൂർണ്ണമായിട്ടും അത് വിടുതലാകും. ഞങ്ങളൊരിടത്ത് ശുശ്രൂഷയ്ക്ക് പോയപ്പോഴവിടെ വൺ ഡേ പ്രോഗ്രാം ആയിരുന്നു. അവിടെ ഇങ്ങനെ ശുശ്രൂഷയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അകത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഒരു ദർശനം വെളിപ്പെടുത്തി. ഈ കൂട്ടായ്മയ്ക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കൂട്ടായ്മയ്ക്കെതിരായിട്ട് ഒരു പറ്റം യുവാക്കള് അവിടെ പ്രശ്നമുണ്ടാക്കാനായിട്ട് വടിവാളും വെട്ടത്തിയും പലവിധ മാരക ആയുധങ്ങളുമായിട്ട് അകലെ നിന്ന് അവർ വരുന്നുണ്ടായിരുന്നു. ഇത് കർത്താവ് ഇതിനെ വെളിപ്പെടുത്തി അവിടെ തന്നെ സമൂഹത്തിനോട് പറഞ്ഞ് നിങ്ങൾ കിഴക്ക് ദിക്കിലേക്ക് കരങ്ങൾ നീട്ടി തുതിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ കിഴക്ക് ദിക്കിൽ നിന്നാണ് അവർ വരുന്നത്. ആ ദിക്കിലേക്ക് കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് തുതിച്ച് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ തുതിപ്പിന്റെ ശക്തി പ്രാപിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വന്നവര് തന്നെ ഉപദ്രവിക്കാൻ വന്നവരുടെ ഇടയിൽ തന്നെ അവര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഭിന്നതയായി. ആ റോഡിൽ വഴിയരികിൽ കിടന്ന് അവര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിഭയങ്കരമായ അടിയും പ്രശ്നവും ഉണ്ടാക്കിയിട്ട് പോലീസുകാർ വന്നവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ഈ സ്തുതിപ്പിന്റെ തരംഗങ്ങൾ എവിടെ ചെല്ലുന്നോ, ഏത് അതിർത്തി വരെ എത്തുന്നോ അവിടെ വരെ വരാനേ അവർക്ക് സാധിക്കത്തുള്ളൂ. ആ അതിർത്തി വിട്ട് ഇപ്പുറത്തോട്ട് വരാൻ അന്ധകാര ശക്തിക്ക് സാധിക്കില്ല. അന്ന് ശുശ്രൂഷയെല്ലാം കഴിഞ്ഞപ്പോഴ് വൈകിട്ട് പലരും വന്നിട്ട് പറയുകയായിരുന്നു, ഇങ്ങനെ കുറെ പ്രവർത്തകരെല്ലാവരും കൂടെ കൂടി നിങ്ങളുടെ ഈ കലഹം ഉണ്ടാക്കാൻ, പ്രശ്നം ഉണ്ടാക്കാനായിട്ട് എല്ലാവരും അറിയാം. ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ. ഇത് എന്താണ് ഈ സംഭവമായിരുന്നത്? കാരണം ഒന്നും കൊടുത്തിട്ടില്ല. ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും ശുശ്രൂഷ, പ്രാർത്ഥനയോ ഇന്ന ആൾക്ക് മാത്രമേ ചെയ്യാവുള്ളൂ എന്ന് വല്ല തീരുമാനം പറയുന്നുണ്ടോ? അനുതാപ ഹൃദയത്തോടുകൂടി ദൈവത്തെ സമീപിക്കുന്ന ഏതൊരു വ്യക്തിക്കും നമ്മള് പൂർണ്ണ സമർപ്പണത്തോടുകൂടി ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ മനുവടി. ഏതെങ്കിലും പ്രത്യേക വിളിക്കപ്പെട്ടവരെന്ന് പറഞ്ഞൊരു വിഭാഗം ഇല്ല. ദൈവസന്നിധിയിലുണ്ടോ? ഇല്ല. ദൈവസന്നിധിയിൽ എല്ലാവരും തുല്യരാണ്. അതുകൊണ്ട് നമ്മള് ചില നിർദ്ദേശങ്ങളും ഇങ്ങനെയൊക്കെയുള്ള അബദ്ധവാക്യങ്ങൾ അങ്ങനെയൊക്കെ നിങ്ങൾ കേൾക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ അവര് ഒരു കാരണവശാലും സ്വീകരിക്കാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലൂടെയാണ് ദൈവം മനുഷ്യനെ നയിക്കുന്നത്. വചനത്തിന്റെ അടിസ്ഥാനത്തിലൂടെ അല്ലാതെ മുന്നോട്ട് നയിക്കാൻ പറ്റില്ല. അപ്പോഴേ ഈ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും അധികാരമാണോ? പ്രത്യേക അധികാരമാണോ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത്? കാരണം ബൈബിളിൽ ഉടനീളം പറയുന്നുണ്ട്, കർത്താവ് ആരെയാണോ അയക്കുന്നത് എല്ലാവിധ അധികാരങ്ങളും നൽകുകയാണ് അവരെ അയക്കുന്നത്. പിശാചിന്റെ മേൽ അധികാരം, രോഗിയുടെ മേൽ നീ കൈവെക്കുമ്പോൾ അവര് സുഖം പ്രാപിക്കും. മാർക്കോസ് 16-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളില്, മത്തായിയുടെ സുവിശേഷത്തിലെ 10-ാം അധ്യായത്തില്, ഇപ്പൊ തന്നെ ഈ അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായം 1 മുതൽ
9 വരെയുള്ള വാക്യം സാവൂളിന്റെ മാനസാന്തരം. അനന്യാസ് എന്ന് പറയുന്ന വ്യക്തിയെ ദൈവം വിളിച്ച് സാവൂളിന്റെ അടുക്കലേക്ക് വിടുകയാണ് കൈവപ്രാർത്ഥന കൊടുക്കാൻ. പത്രോസും ശിഷ്യരിൽ കൂടെ പ്രാർത്ഥിക്കാനായിട്ട് പോയപ്പോഴ് അവര് ജനങ്ങളുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോഴ് യേശു എന്ന് പറയുന്ന ഒരു മന്ത്രവാദി അവിടെ നിന്നുകൊണ്ട് പത്രോസിനോട് പറഞ്ഞ്, ഞാനും കൈവെക്കുമ്പോൾ ഇതേപോലൊക്കെ സംഭവിക്കാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് ഞാൻ വെള്ളി നാണയം തരാം, വെള്ളി നാണയം ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. പത്രോസ് ആത്മാവിൽ നിറഞ്ഞിട്ട് പറഞ്ഞ്, ദൈവത്തെ സമ്പത്ത് കൊടുത്ത് നേടാനായിട്ട് ആഗ്രഹിച്ച നീയും നിന്റെ വെള്ളി നാണയം ഒന്നുപോലെ നശിച്ചു പോകട്ടെ. അപ്പോൾ ദൈവം ഒരു വ്യക്തിയെ വിളിച്ച് വേർപെടുത്തിയാൽ ദൈവത്തിന്റെ സകല അധികാരങ്ങളും കൊടുത്തുകൊണ്ടാണ് വിളിച്ച് വേർപെടുത്തുന്നത്. പിശാചിന്റെ മേൽ അധികാരം രോഗികൾക്ക് സൗഖ്യം കിട്ടാനായിട്ട്, മരിച്ചവർ ഉയർക്കാനായിട്ട്. കാരണം കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. അതുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് വരുന്ന ഏതെങ്കിലും വ്യക്തികള് എനിക്ക് കൈവച്ച് പ്രാർത്ഥിക്കാനായിട്ട് അനുവാദമില്ല എന്നുണ്ട് പറയുവാണെങ്കിൽ ഒരു കാരണവശാലും ദൈവത്തിന്റെ വിളിയിലല്ല അവർ പ്രാർത്ഥിക്കേണ്ടത് തയ്യാറാകുന്നത്. ദൈവത്തിന്റെ വിളിയല്ല, സ്വയം തീരുമാനിച്ചിറങ്ങുന്നതാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള അവിടുത്തെ. കാരണം ഈ കൈവപ്പ് പ്രാർത്ഥനയിലൂടെയാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം മറ്റൊരു വ്യക്തിയിലേക്ക് ലഭിക്കുക. ഇവിടെ ഞാൻ നോയമ്പ് സമയത്ത് കർത്താവ് തന്ന ആ സന്ദേശം അനുസരിച്ച് നിങ്ങളെ കൊണ്ട് തന്നെ കൈവച്ച് പ്രാർത്ഥിക്കുക. 3-4 ആഴ്ചത്തേക്ക് കൈവ പ്രാർത്ഥനയില്ലായിരുന്നു. അവരൊരേത്തിന് എന്നെ വിളിച്ച് പറയുമായിരുന്നു, ബ്രദറെ വലിയൊരു വിഷമം തോന്നുകയാണ്, കൈവച്ച് പ്രാർത്ഥിക്കാത്തതുകൊണ്ട് ഒരുപാട് അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഈ കൈവപ്പ് പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ബാഹ്യമായ രീതിയിലല്ല നമ്മൾ കാണുന്നത്. കൈവപ്പ് പ്രാർത്ഥനയിലൂടെ ആത്മാവിന്റെ അഭിഷേകം നമ്മുടെ ഹൃദയത്തിലാണ് നമ്മളില് മാറ്റങ്ങളുണ്ടാകുന്നത്. കേൾക്കുന്ന കാര്യങ്ങൾ അതേപോലെ നമ്മുടെ ജീവിതത്തിൽ അനുസരിക്കാനായിട്ട് തയ്യാറാകുന്നെങ്കിൽ നാളെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് യോഗ്യരാണ്. അപ്പോഴേ ഒരാളെന്നോട് പറഞ്ഞിങ്ങനെ, ഈ അച്ഛന്മാർക്കൊക്കെയാണ് തലയെ കൈവച്ച് പ്രാർത്ഥിക്കാനായിട്ടുള്ള അനുമതിയുള്ളത്. അച്ഛന്മാരുടെ തലയിൽ ആരാ കൈവച്ച് പ്രാർത്ഥിച്ചത്? ആരാണ് അച്ഛന്മാരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചത്? സിസ്റ്റർമാര്, അച്ഛന്മാർ, ഇവരുടെയൊക്കെ തലയിൽ ആരാ കൈവച്ച് പ്രാർത്ഥിച്ചത്? മെത്രാനാണോ അവരെ പ്രസവിച്ചത്? ഈ കൈവപ്രാർത്ഥന അവര് ഭൂമിയിൽ വന്നതിന് ശേഷമാണ്. ഒരപ്പന്റെ അമ്മയുടെയും കൈവപ്രാർത്ഥനയാണ് ഒരു കുഞ്ഞിന് ആദ്യം ലഭിക്കുന്നത്. ഇതിപ്പോ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആണായിരുന്നാലും പെണ്ണായിരുന്നാലും അതിനെ കൈകളിലെടുത്ത് അമ്മ പാല് കൊടുക്കാനായിട്ട് തുടങ്ങുമ്പോ ആദ്യം എവിടെ പിടിക്കുന്നത്? ആ തലയിൽ ഇങ്ങനെ തലോടിക്കണ്ട പാല് കൊടുക്കുന്നു. താരാട്ട് പാടുമ്പോൾ ആ തലയെ തടയിക്കൊണ്ടാണ് ആ താരാട്ട് പാടുന്നത്. അതുകൊണ്ടാണ് ദൈവം തന്നെ പറഞ്ഞിരിക്കുന്നത്, മാതാപിതാ ഗുരു ദൈവം. ഒരു മനുഷ്യനെ ആദ്യം സ്പർശിക്കുന്നത് അമ്മയാണ്. അത് കഴിഞ്ഞതിന് ശേഷം അപ്പൻ വന്ന് തലയിലൊക്കെ തൂക്കുന്ന, ദേഹത്തൊക്കെ പിടിക്കുന്ന, എടുത്തോണ്ട് നടക്കുന്ന, അതിനെ പുനരിപ്പിക്കുന്ന, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അവരൊരു സ്ഥാനത്തേക്ക് എത്തുന്നത്.
അവരുടെ പഠനം ഇപ്പം പുരോഹിത പഠനമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു സ്ഥാനത്തേക്ക് അവരെത്തും. അതുകൊണ്ടാണ് ഒരുവിധപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ വിവേചനമുള്ള ഈ പുരോഹിതര് സിസ്റ്റേഴ്സ് ആയിരുന്നാലും അവരുടെ ഈ വരുന്ന ഇപ്പോൾ ഒരു അപ്പച്ചൻ പ്രാർത്ഥിക്കേണ്ടി വരും. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് നായ്ക്കമ്പറമ്പിലച്ഛനൊക്കെ ഒരുവിധപ്പെട്ട പ്രായമുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരുടെ ഇവിടെ തോളയിലേ കൈവക്കത്തുള്ളൂ, തലേ കൈവക്കത്തില്ല. കാരണം അപ്പന്റെ തല കൈവെക്കാനായിട്ട് മക്കൾക്ക് അവകാശമുണ്ടോ? ഇല്ല. അപ്പന്റെ തലേ കൈവെക്കാൻ മക്കൾക്ക് അവകാശമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ശരീരത്തെ എവിടെങ്കിലും ഒരു ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോഴേ ഒരു കുടുംബാംഗത്തിൽ നിന്ന് വന്ന് ഒരു കുടുംബത്തിലേക്കാണ് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. ആ കുടുംബത്തിന്റെ പരിവർത്തനത്തിന്, വലിയ മാറ്റം, വലിയ വിടുതലിന്. കാരണം ഇവിടെ നമ്മള് ഏതെല്ലാം രീതിയിൽ എന്തെല്ലാം പഠിപ്പിച്ച് എങ്ങനെല്ലാം ഉന്നതഗതിയിൽ കൊണ്ടുവന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആത്മാവ് നിർവീര്യമായി പോയാൽ, നഷ്ടമായി പോയാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നമ്മൾ ഈ ഭൂമിയിൽ എന്തെല്ലാം ചെയ്താലും അതുകൊണ്ട് യാതൊരു ഉപയോഗമില്ലാതായി തീരുകയാണ്. നമ്മളൊരാളെ പഠിപ്പിച്ച് വലിയ ഉന്നത ലെവലിലേക്കൊക്കെ കൊണ്ടുവന്നു. പക്ഷെ അവര് അപ്പനെയും അമ്മയും എല്ലാവരെയും വെറുത്ത്, നാട്ടുകാരെ ലോകരെ എല്ലാം വെറുത്ത് ജീവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്നെ ഒരു ആത്മാവിനെ നശിപ്പിച്ചു കഴിഞ്ഞു. ആത്മാവിലൂടെയുള്ള ജീവിതമല്ല നയിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ ഇവിടെ പലർക്കും സംശയം ഉണ്ടായിരുന്നു ഒരു കാര്യം, അതായത് മോശ ദൈവത്തെ കാണണം എന്നിങ്ങനെ പറഞ്ഞായിരുന്നു. മോശ ചോദിച്ച അവിടുന്ന് ആരാണ്? യഹോവയായ ദൈവമാണ്, ഞാനാകും ഞാൻ. അപ്പൊ നിന്നെ ഒന്ന് കാണണം, അങ്ങനെ എനിക്കൊന്ന് കാണണമെന്ന് മോശ പറഞ്ഞു. അപ്പൊ മോശയോട് ദൈവം പറഞ്ഞ് കാണാൻ പറ്റത്തില്ല, നീ കണ്ടു കഴിഞ്ഞാൽ നീ മരിച്ചു പോകും. ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ച് വേർപെടുത്തി ദൈവം മോശയോട് അശരീരിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊടുത്ത് ജയിച്ചുകൊണ്ടിരിക്കുന്നതാണ് മോശ. ആ ദൈവത്തെ ഒന്ന് കാണണം എന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞ് കാണാൻ പറ്റരുത്, കണ്ടു കഴിഞ്ഞാല് നീ മരിച്ചു പോകും. എന്താ കാര്യം? ദൈവം ആത്മാവാണ്. ദൈവം ആത്മാവാണ്. ആത്മാവിന് മാത്രമേ ആത്മാവിനെ ദർശിക്കാൻ എന്നോട് പല സ്ഥലത്ത് വെച്ച് പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, നീ എന്റെ കൂടെ കാണുന്നില്ല എന്നെ എന്ന് ചോദിച്ചു. ോ വിശ്വസിക്കുന്നവരൊക്കെ ആരും കണ്ടിട്ടില്ലെന്നും പറയും. ഇതെങ്ങനെ ശരിയാകുന്നു? നിങ്ങളുടെ അടുത്തിരിക്കുന്നവരെ ഒന്ന് നോക്കിക്കൊന്ന്, അടുത്തിരിക്കുന്നവരുടെ മുഖത്തൊന്ന് നോക്കിയത് ആരായിരിക്കുന്നത്? അത് കുഞ്ഞുമറിയാമ്മയോ അന്നക്കുട്ടിയോ ഒന്നും വിചാരിച്ചാൽ പറ്റത്തില്ല. അത് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഈ ഇതാണ് കാണുന്ന അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അനേകരെ അങ്ങനെ കൊല്ലാനൊക്കെയുള്ള അധികാരപത്രം മേടിച്ചിട്ട് പോയപ്പോ ഈശോ തന്നെ പറഞ്ഞു, നേരിട്ടാണ് പ്രകാശമാണ്
അവിടെ രക്ഷയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്ന ആരോ എന്തോ ചെയ്തതാ. ഒരേ ദിവസം ചെല്ലുന്തോറും വെറുപ്പ് കൂടിക്കൂടി വരും. നിങ്ങളുടെ നാശം കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിക്കും. അതിലേക്ക് ആരോ എന്തോന്ന് ചെയ്യുന്നതാണ്. പറഞ്ഞതിന് ഒന്നാം പ്രമാണത്തിൽ ലംഘനം എവിടെയെങ്കിലും ഞാൻ പോകും ചെയ്തത്. അങ്ങനെ ദൈവത്തിന്റെ ശാപം കൂടുതൽ ഏറ്റുമേടിക്കും. Praise the Lord. Hallelujah. Hallelujah. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. പണ്ട് കള്ളുഷാപ്പിനായിരുന്നു പുറകെ വഴിയുണ്ടായിരുന്നു. 2-3 വഴിയാണ് പുറകിൽ കള്ളുഷാപ്പിന്. ഇപ്പോഴ് കള്ളുഷാപ്പിനല്ല പുറകിലൂടെ വഴി. ഇപ്പം ജ്യോതിശാസ്ത്രം നോട്ടക്കാരുടെ ആ സ്ഥലത്താണ് പുറകിൽ കൂടെ. അതിങ്ങനെ വണ്ടിയെന്നൊക്കെ ഇറങ്ങി തലയിൽ കൂടെ തുണിയൊക്കെ കൊണ്ടങ്ങ് ഒറ്റ ചാട്ടത്തിനകത്ത് കയറിയിരിക്കുക. ഇവിടം വരെ വരാൻപെട്ട പാടത്ര മാത്രമാണ്. എന്തെല്ലാം കഷ്ടമായിട്ട് നമ്മുടെ ബുദ്ധിമുട്ട് മാറ്റാനായിട്ട് ചെല്ലുക. പ്രശ്നം വെക്കാൻ അല്ലേ? അപ്പൊ പ്രശ്നം വെക്കാനായിട്ട് ചെല്ലുമ്പോഴേ അവിടെ ഇരിക്കുന്ന ആൾ അതിനേക്കാൾ വലിയ പ്രശ്നകാരിയാന്ന് ഓർക്കണം. ആ ഇരിക്കുന്ന ആൾ ഏറ്റവും വലിയ പ്രശ്നകാരിയാണ്. ഏതെങ്കിലും ഒരു ഇര കിട്ടിയിട്ട് വേണം അദ്ദേഹത്തിന്റെ ഉപജീവനമാർഗം കഴിയാനായിട്ട്. ഇവിടെ ഒരാള് എന്നെ കാണാനായിട്ട് വന്നപ്പോ അദ്ദേഹം പറഞ്ഞ്, ഞാൻ ബ്രദറെ ഇന്നും പ്രശ്നം വെക്കുന്നിടത്ത് പോയിട്ട് വന്നു. എനിക്ക് വലിയ വിശ്വാസമാണ്. പ്രശ്നം വെക്കുന്നിടത്ത് പോയച്ചാ ഞാൻ വന്നത്. അവര് പറയുന്നതൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണ്. അവര് പറയുന്നത് സത്യമാണോ ഇല്ലയോ എന്ന് അപ്പോസ്തലപ്രവർത്തനം 16-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ അതിൽ പറയുന്നുണ്ട്. ഭാവി ഫലങ്ങൾ പ്രവചിക്കുന്ന അശുദ്ധാത്മാവ് ബാധിച്ച ഒരു സ്ത്രീ, ബൈബിളിലുണ്ട് ഈ വകുപ്പ്. അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ ഏതെങ്കിലും പ്രശ്നക്കാര് കാശ് മേടിക്കാതെ നിന്റെ പ്രശ്നം പരിഹരിക്കാൻ തയ്യാറാകുന്നുണ്ടോ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ മാസം ഞാൻ ഒരിടത്ത് പ്രശ്നം വെക്കാനായിട്ട് പോയി. അവിടെ നിന്ന് സംസാരിച്ചേച്ച് കുറെ സമയം കഴിഞ്ഞ് കാശ് കൊടുക്കാനായിട്ട് മറന്നുപോയി. അങ്ങനെ ഞാൻ നടന്നു പോരുന്നു. 1 കിലോമീറ്ററോളം ദൂരെ വന്നപ്പോഴാണ് പുറയിലൊരു കയ്യടി കേൾക്കുക. തിരിഞ്ഞു നോക്കിയപ്പോഴാണ് വിളിക്കുന്ന കയ്യാട്ടി വിളിച്ചിട്ട് പറഞ്ഞു, ലക്ഷണം വെച്ചില്ല, ആകെക്കൂടി പ്രശ്നത്തിലുള്ള ലക്ഷണം. ആ ലക്ഷണം വെക്കാതെ പോയാൽ പിന്നെ വല്ല ലക്ഷണം ഉണ്ടോ അവിടെ? അദ്ദേഹത്തിന്റെ വള്ളക്കടിച്ചായി പോകുന്നു. അത് പിടിച്ചു മേടിക്കാൻ അവർ കൈവടിച്ചുകൊണ്ട് വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 അപ്പോൾ അരച്ചാം വയറിന് വേണ്ടിയിട്ട് ഏതും മാർഗവും സ്വീകരിക്കാൻ തയ്യാറായ ആരും അത്താലും വേണ്ടിയില്ല, എങ്ങനെ പോയാലും വേണ്ടിയില്ല, എന്റെ കാര്യം നടന്നാൽ മതി. അതുകൊണ്ടാണ് പറയുന്നത്, ചില സ്ഥലത്ത് പ്രശ്നം വെക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൊക്കെ ഉണ്ട് പ്രശ്നം വെക്കുന്ന ആളന്മാർ, വലിയ പ്രശ്നകാരികളായിട്ടുള്ളവരൊക്കെ. അവര് പറയുന്നുണ്ട്, കയ്യിൽ മേടിക്കുമ്പോഴാണ് ബുദ്ധിമുട്ട്. അതിന് പകരം ഇപ്പോൾ ഒരു പ്രത്യേക പെട്ടി വെച്ചിട്ടുണ്ട്, അതിലങ്ങ് ഇടാനാ പറഞ്ഞിരിക്കുന്നത്. അനുഗ്രഹം കിട്ടണമെങ്കിൽ വലിയ തുക, ചെറിയ തുക ഇട്ട് കഴിഞ്ഞാല് ചെറിയ അനുഗ്രഹമേ ഉള്ളൂ. അതുകൊണ്ടാ ഈ പെട്ടിക്കകത്തിരുന്ന് 1001 മുതൽ മേളോട്ടാ പെട്ടിക്കകത്തിരുന്നത്. മറ്റേ 101, 201 ഒക്കെ ആയിരുന്നു കൊടുക്കുന്നത്. അപ്പൊ അവര് നോക്കിയപ്പോ ഇതുകൊണ്ട് വകുപ്പൊന്നും നടക്കത്തില്ല. 1001 ആകുമ്പോ ഒരു 4-5 പേര് വന്നാലും ഒരു ദിവസത്തെ കാര്യമൊക്കെ അഡ്ജസ്റ്റ് ആയി പോവാ. ഇന്ന് അദ്ദേഹം കായംകുളത്ത് 1500 രൂപ ശമ്പളത്തിന് ഒരു അമ്പലത്തിൽ പൂജാരിയായിട്ട് വന്നതാണ്. 1500 രൂപ ശമ്പളത്തിന് പൂജാരിയായിട്ട് വന്ന ആളിന് ഇന്ന് 2 നില ബംഗ്ലാവുണ്ട്. അദ്ദേഹത്തിന് ഇനി മേടിക്കാൻ സ്ഥലം കായംകുളത്തെങ്കിലും ഇല്ല. അതിനിപ്പോ പത്തനംതിട്ടയിലോ അവിടെ എവിടെയൊക്കെ സ്ഥലം മേടിക്കുന്നു. പ്രശ്നക്കാര് പ്രശ്നം കൊണ്ട് ചെല്ലുക. അവരൊരേ ദിവസം ചെല്ലുന്തോറും ആ വലിയ പ്രശ്നമായിട്ട് മാറുക. ലോകർക്കും നാട്ടുകാർക്കും പ്രശ്നം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 അപ്പൊ ദൈവത്തിന് സാധിക്കാത്ത കാര്യമാണ് എന്ന് പറഞ്ഞാണ് നമ്മൾ പോകുന്നത്. 1 യോഹന്നാൻ 3:15 പറയുന്നുണ്ട്, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്.
കൊലപാതകയിൽ നിത്യജീവൻ വസിക്കുന്നില്ല. ഒരു മനുഷ്യനോട് നമുക്ക് വെറുപ്പ് വെച്ച് പുലർത്തിയാല് ആ വെറുപ്പുള്ള ആള് ഒരേ ദിവസം ചെല്ലുന്തോറും തകരാനായിട്ട് തുടങ്ങും. പലവിധ രോഗങ്ങൾ കടിമയാകും. ക്യാൻസർ, കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങള്, ത്വക്ക് രോഗങ്ങള്, സാമ്പത്തിക കടബാധ്യത വെള്ളം പൊങ്ങുന്ന പോലെ വർദ്ധിക്കും. നിങ്ങൾ എന്ത് ചെയ്യാൻ ഒരുങ്ങുന്നോ അതെല്ലാം പരാജയമടയും. അതുകൊണ്ട് ആ കൗൺസിലിങ്ങിന് വരുന്ന ആൾക്കാർ പറയുന്നത്, ബ്രദറെ എന്തോ വലിയ ചെയ്തുദോഷമാണ് ഞങ്ങൾക്ക്, അതുകൊണ്ട് എന്ത് ചെയ്തിട്ടും